अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ की, परमार्थ की, सार्थ की, जिसकी बनी श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां, विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ശ്രീ മഹാഗണപതയേ നമഃ. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണപ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. എല്ലാ ബന്ധുജനങ്ങൾക്കും നമസ്കാരം. ജതുഗൃഹ നിർമ്മാണം എന്നും പറയാം. അതാണ് നമ്മുടെ വിഷയം. കൗരവന്മാർക്കു പണ്ടുള്ളൊരു കോട്ട വാരണാവതം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് തുടങ്ങുന്നു. അങ്ങനെ യുധിഷ്ഠിരൻ യുവരാജാവായി. അതുപോലെ തന്നെ അർജുനൻ ധാരാളം ദിഗ്വിജയെല്ലാം ചെയ്ത് ധനം സമ്പാദിച്ചു. വൃഗോദരൻ വളരെ ബലിഷ്ഠനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം അസൂയ ഉണ്ടാക്കി കൗരവന്മാർക്ക് മാത്രമല്ല, ധൃതരാഷ്ട്രർക്കും തൻ്റെ മക്കളെല്ലാം ഇവർക്കാണുള്ളത് കേട്ട് അവരെങ്ങനെയും ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്ത കുരുടന് വന്നുകൂടി. എന്നിട്ടാണ് കണികനെ വിളിച്ച് കണികൻ കൂടനീതി ഉപദേശിക്കുന്നത്. കണികൻ ഒരു മന്ത്രിയാണ്, ഒരു ബ്രാഹ്മണൻ തന്നെയാണ്. ആ ബ്രാഹ്മണൻ തന്നെയാണ് ഈ കൂടനീതിയൊക്കെ ഉപയോഗിച്ച് ധൃതരാഷ്ട്രരെ പറയുന്നത്. ശൂദ്രനായ വിതുരൻ നല്ല നീതി പറയുമ്പോൾ കൂടനീതി ബ്രാഹ്മണനായിട്ട് കണികൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അപ്രകാരം യുധിഷ്ഠിരനെ വിളിപ്പിച്ച് ധൃതരാഷ്ട്രർ പറയാണ്, എൻ്റെ മക്കളൊക്കെ ദുസ്വഭാവികളാണ്, ഇവിടെ നിന്നാ മത്സരം ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഇവിടെ വാരണാവതം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു കോട്ട ഉണ്ട്. അവിടെ നമ്മുടെ കോട്ട തന്നെയാണ്. അവിടെ ഒരു പുതിയ വീട് പണിയിപ്പിച്ചു തരാം. എന്തായാലും നിങ്ങൾ അവിടെ ഒരു ശിവന്റെ അമ്പലമുണ്ട്, അവിടെ ഒരു മഹാമേള നടക്കുന്നുണ്ട്, അതിൽ പോയി പങ്കെടുത്തുള്ളൂ. വാരണാവതം വളരെ കേമാണ്. ഇന്ന് മാത്രമല്ല, ധൃതരാഷ്ട്ര കുറേ ആൾക്കാരെ കൊണ്ട്, അവരുടെ സിൽബന്ധികൾ ഉണ്ടാവുമല്ലോ, അവരെ കൊണ്ടൊക്കെ യുധിഷ്ഠിരനോട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു. വാരണാവതം കേമാണ്, അവിടെ ഗംഭീരാണ് അവിടുത്തെ ഇങ്ങനെ. പാണ്ഡവന്മാർ എവിടെ ഉണ്ട്, അവിടെ കുറേ ആൾക്കാർ ഊണയിക്കണോടത്തും അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോഴും ഒക്കെ വാരണാവതം കേമാണ് എന്ന് പറയിപ്പിച്ചു. അങ്ങനെ അപ്പോൾ എന്താണെന്ന് അറിയാൻ ഇവർക്ക് ആഗ്രഹമുണ്ടായി. നിങ്ങൾ അവിടെ പോവുക, ഇഷ്ടംപോലെ ഉത്സവമൊക്കെ കണ്ട് കുറച്ചു കാലം താമസിച്ച് വന്നാൽ മതി എന്ന് ഈ കുരുടൻ പറയുകയും ചെയ്തു. അപ്പം അവിടെ കൊണ്ട് എപ്പോഴേക്കും ദുര്യോധനൻ അത് പദ്ധതികളൊക്കെ ചെയ്തിരുന്നു. അവിടെ ഒരു വീട് പണിയിപ്പിക്കാം, അവിടെ വെച്ച് തീയിട്ട് കൊല്ലാം എന്നുള്ളതാണ് പ്ലാൻ. അത് ധൃതരാഷ്ട്രർക്ക് അറിയാം. അങ്ങനെ യുധിഷ്ഠിരാദികളെ പറഞ്ഞേക്കുന്നതിന് മുമ്പ് തന്നെ ദുര്യോധനന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു പുരോചനൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എന്തും ചെയ്യും ദുര്യോധനന് വേണ്ടിയിട്ട്. ദുര്യോധനൻ പറഞ്ഞു, എന്തും അങ്ങനെയൊക്കെയാണിത് മുഴുവൻ, ഈ രാജ്യം ഞാൻ ഇവിടെ രാജാവാകും പോലെ
ഈ ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പോലെ അങ്ങേക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടത്തി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പുരോചനൻ പ്രത്യേകം ഒരു ആളായിട്ട്, ഒരു സ്പെഷ്യൽ ഓഫീസർ ആയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് ധൃതരാഷ്ട്രർ പറയണം. നിങ്ങൾ അവിടെ പോയി കൂടുക, നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെടും, കുറച്ചാൽ അവിടെ നിന്നിട്ട് വന്നാൽ മതി, ഉത്സവമൊക്കെ കണ്ട് കുറച്ചാൽ അവിടെ കൂടുമെന്ന് പറഞ്ഞു. പുതിയൊരു വീടുണ്ടാക്കാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്. വല്യച്ഛൻ പറഞ്ഞതല്ലേ, വല്യച്ഛനെ ബഹുമാനിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ യുധിഷ്ഠിരൻ സമ്മതിച്ചു. എന്തോ ഒരു പന്തിയല്ലായുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാലും ധർമ്മം വിട്ട് കളിയില്ലല്ലോ. അപ്പോൾ അത് കാരണം സമ്മതിച്ചു. അങ്ങനെ എല്ലാവരോടും പോകാമെന്ന് പറഞ്ഞു. കുന്തിദേവിയും എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. എന്നാലും എല്ലാവരും എല്ലാവരോടും, ഭീഷ്മര്, ദ്രോണര്, കൃപാചാര്യര്, വിദുരരോടൊക്കെ യാത്ര ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ ഒരു പ്രാന്തനെ പോലെ ഒരാൾ വന്നു എന്നാണ്. എന്നിട്ട് യുധിഷ്ഠിരനോട് പ്രത്യേകം ഒരു ശ്ലോകം ചൊല്ലി. അത് മൂലത്തിലുണ്ട്. പ്രാജ്ഞ പ്രലാപജ്ഞമിതം വചഹം പ്രാജ്ഞം പ്രലാപജ്ഞം വചോബ്രവിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രാന്ത രൂപത്തിൽ. പിന്നെ എന്തോ കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. യവന ഭാഷയിൽ നിന്നാട്ടോ അങ്ങനെ. യവന ഭാഷ അറിയായിരുന്നു വിദുരർക്കും യുധിഷ്ഠിരനും. അപ്പോൾ ഈ വിദുര് പറഞ്ഞയച്ച ഈ പ്രാന്തനെ മാതിരിയുള്ള വിദുരൻ്റെ ദൂതനും അതറിയായിരുന്നു. ദ ഫയർ ഇൻ ദ ഫോറസ്റ്റ് സെൽഡം ഫിയേഴ്സ് ദ ലിവിങ്സ് ഇൻ ദ ഡിച്ച് എന്നാണ് പറഞ്ഞത്. അതൊരു അങ്ങനെ 2-3 ഉദാഹരണങ്ങൾ. കാട്ടിലെ തീയെ ഭയങ്കരമായി കാടിനെ മുഴുവൻ ദഹിപ്പിച്ചാലും മാളത്തിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നവർക്ക് ആ തീ ബാധിക്കില്ല. അങ്ങനെ 2-3 ഉദാഹരണങ്ങളൊക്കെ വന്നു. കുന്തിദേവി ചോദിച്ചു, എന്താ യുധിഷ്ഠിര, എന്തൊക്കെയോ പറഞ്ഞോളൂ, എനിക്ക് മനസ്സിലായില്ല. അത് യവന ഭാഷയാണ് അമ്മേ. എന്താ വെച്ചാൽ അഗ്നിഭയം ഉണ്ടാവും, പേടിക്കണം എന്നാണ് രഹസ്യം. ശരി എന്നെ പറഞ്ഞങ്ങനെ അവരവിടുന്ന് പോയി. അവിടെ നോക്കുമ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാർ ഗംഭീരമായിട്ട് സ്വീകരിച്ച് ഓരോരോ വീടുകളിലും ചെന്നു. അങ്ങനെ അവർക്കുള്ള വീട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പുരോചനൻ അവിടെ ഗംഭീരമായിട്ട് വെച്ചു. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ പ്രത്യേകം ജലം മണമൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ പുതിയ സാധനങ്ങളാണ്, പുതിയ മോഡലാന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ദുര്യോധനൻ പറഞ്ഞിരുന്നു അങ്ങനെ അരക്ക്, അതുപോലെ തന്നെ ശണംപുല്ല്, ചണപ്പുല്ല്, അങ്ങനെ പെട്ടെന്ന് കത്തണ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിലവർ താമസിപ്പിച്ചു. ഇപ്പം നിവൃത്തിയില്ലല്ലോ. അപ്പോൾ യുധിഷ്ഠിരനും ഭീമനും കൂടിയുള്ള സംവാദമുണ്ട് മൂലത്തിൽ. എന്താണെന്ന് പറയുമ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് തിരിച്ച് അവിടെ തന്നെ പോയിക്കൂടെ ചോദിക്കുകയാണ് ഭീമൻ. അങ്ങനെയല്ല, അപ്പോൾ നമ്മളെ അവിടെ ചെന്നാലും നമുക്ക് ഭയം ഉണ്ടാവും. അപ്പം ഇവിടുന്ന് നമുക്ക് രഹസ്യമായിട്ട് എവിടെയെങ്കിലും പോകണം, അതാണ് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കുണ്ട് ഒരു ഖനകൻ വരണു, ഒരു ശില്പി. വിദുര് പറഞ്ഞാണ് ഇവിടെ എന്തെങ്കിലും വൃത്തിയാക്കാനൊക്കെ ഉണ്ട് എന്നുള്ള മട്ടിൽ. വിദുര ദൂതനാണെന്ന പുരോചനൻ അറിയാനും പാടില്ല. അയാൾ വന്ന് കാര്യങ്ങളൊക്കെ ഈ മാതിരി യവന ഭാഷയിലൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അയാളെ ഉള്ളിൽ പിടിച്ചിരുത്തി അയാളൊരു മാളം തീർത്തു. വീടിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കാട്ടിലേക്ക് ഒരു മാളം തീർത്തു. അങ്ങനെ അയാൾ പിന്നെ ഒരു ദൂതൻ ഒരിക്കൽ വന്ന് പറഞ്ഞു, അടുത്ത അമാവാസി വരാൻ പോകണം, അമാവാസിയുടെ മുമ്പുള്ള ചതുർദശിയുടെ അന്നാണ്, 14-ൻ്റെ അന്നാണ് തീ വയ്ക്കാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ. അപ്പം അങ്ങനെയെന്ന് പറഞ്ഞ പാണ്ഡവന്മാർ അന്നത്തെ ദിവസം ഒരു അന്നദാനം ഏർപ്പാട് ചെയ്തു. അന്നദാനത്തിന് ധാരാളം ബ്രാഹ്മണർ വന്നു, ബാക്കിയുള്ള പുറമേയുള്ളവർക്കും ധാരാളം കൊടുത്തു. അപ്പോൾ ഒരു കാട്ടാള സ്ത്രീ 5 കുട്ടികളായിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാട്ടാള സ്ത്രീക്ക് ധാരാളം മദ്യം കൊടുക്കാൻ കുന്തിദേവി തന്നെ പറഞ്ഞു എന്നാണ് 2-ാം ഊഴത്തിലൊക്കെ പറയുന്നുണ്ട്. ഏതോ പുസ്തകങ്ങളിൽ കുന്തിദേവി പറഞ്ഞതനുസരിച്ച് കാട്ടാള സ്ത്രീക്കും കുട്ടികൾക്കും ധാരാളം മദ്യവും ഭക്ഷണവും കൊടുത്തപ്പോൾ അവർ മയങ്ങി. ഞങ്ങളിതാ ഇനി വീട്ടിലൊന്നും എത്താൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ കിടന്നോട്ടെ, ഞാൻ കിടന്നോളൂ എന്ന് സമ്മതിച്ചു എന്നാണ്. അങ്ങനെ അവരെ അവിടെ കിടത്തി. അങ്ങനെ ഇവരെല്ലാം അകത്താക്കി. രാത്രിയാവണേനും നോക്കും പുരോചനൻ തീ വയ്ക്കാനുള്ള ആള് അവിടെ വലിയ കാര്യസ്ഥനായിട്ടുണ്ട്. അദ്ദേഹം കിടന്ന് ഉറങ്ങി വന്നു ആദ്യം. അപ്പോൾ ഭീമന് അടുത്ത് പോയി കാലൊക്കെ തലോടി അങ്ങനെ നിന്നപ്പോൾ അയാൾ ഉറങ്ങിപ്പോയി.
അയാൾ ഉറങ്ങി കണ്ടപ്പോൾ ഭീമൻ വന്ന് ഇവരെയൊക്കെ മാളത്തിലാക്കി അതിന് തീ വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു മാളത്തിൽ പ്രവേശിച്ച് അങ്ങനെ കാട്ടിലേക്ക് എത്തുകയാണ്. ആ വീടങ്ങനെ കത്തി, അങ്ങനെ കത്തിയോടുകൂടി ഭയങ്കര ശബ്ദത്തോടുകൂടി നാട്ടുകാരൊക്കെ വിഷമിച്ചു. അവർ എന്നിട്ട് ധൃതരാഷ്ട്ര കുറ്റം പറയാൻ തുടങ്ങി. അങ്ങനെ വിവരം ധൃതരാഷ്ട്രത്തെത്തി. അപ്പോൾ രണ്ടുപേര് കള്ളക്കരച്ചിൽ കരഞ്ഞു എന്നാണ് പറഞ്ഞത്. നല്ലതാണ്. ഒന്ന് വല്യച്ഛനും ഒന്ന് ചെറിയച്ഛനും. ധൃതരാഷ്ട്ര കള്ളക്കരച്ചിൽ നടത്തി. എന്താ വെച്ചാൽ എൻ്റെ പാണ്ഡുവിൻ്റെ മക്കൾ പോയില്ലോ എന്ന് ഉള്ളിൽ സന്തോഷമുണ്ട്. ഇവരെ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്ന്. ഇവർ മരിച്ചു എന്നാണ് അദ്ദേഹം ധരിച്ചത്. വിതുരൻ ഇതുപോലെ കള്ളക്കരച്ചിൽ നടത്തി. വിതുരൻ അയ്യോ എൻ്റെ ഏട്ടൻ്റെ മക്കൾ പോയില്ലോ എന്ന് എന്നുവെച്ചാൽ അവർ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത് അവർ പോയിട്ടില്ല, ആ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് വിതുരർക്ക് അറിയാം. എന്നാൽ രണ്ടുപേരും അങ്ങനെ വല്യച്ഛനും ചെറിയച്ഛനും കള്ളക്കരച്ചിൽ നടത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വിതുര് വീണ്ടും ഒരു ദൂതനെ പറഞ്ഞേക്കാണ് പുഴ കടത്താൻ വേണ്ടിയിട്ട് അവർ. അത് അടുത്ത ഭാഗത്തിൽ ആ ഗംഗാ നദി കടത്താൻ ഒരു പ്രത്യേകം തോണിയൊക്കെ തയ്യാറാക്കിയ ഒരു ദൂതനെ ഈ യവന ഭാഷയായിട്ട് വീണ്ടും പറഞ്ഞേക്കുകയാണ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.